ഒരു 5 മിനിറ്റ് മാത്രം മതി കേട്ടോ ഇതുപോലുള്ള ടൈൽസിനെ നല്ല പളപളാന്ന് വെട്ടി തിളങ്ങുന്ന രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഒട്ടുമിക്ക വീടിൻ്റെയും അടുക്കള ജനലിൻ്റെ ടൈൽസ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ഈ ഒരു രൂപത്തിലുണ്ടായിരിക്കുക. എണ്ണ മെഴുക്കൊക്കെ പിടിച്ച പോലെ എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ടൊന്നുമല്ല, എന്നാലും ആ ഒരു ഭാഗത്ത് ഇതുപോലെ ചുരണ്ടി എടുത്താൽ മാത്രം പോരാവുന്ന പോലെ ചളി നിൽക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് കേട്ടോ എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ഇത് വൃത്തിയാക്കുക എന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി സോഡാപ്പൊടി എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യേണ്ട, ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ സോഡാപ്പൊടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരൊഴിച്ചാലും മതി കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ്, അതായത് ലിക്വിഡ് ഉണ്ടല്ലോ നമ്മുടെ വിമ്മൊക്കെ പോലത്തെ, അത് പാത്രം കഴുകുന്നത്, അത് ഒഴിച്ചു കൊടുക്കുക. അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ വിമ്മിൻ്റെ സോപ്പ് എടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വിനാഗിരി, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബറില്ലേ, അതെടുത്തിട്ട് ഈ ഭാഗത്ത് ആ ഒരു മിക്സ് ഒന്നിങ്ങനെ ഒരതി തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് അവിടെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരതൊന്നൊന്നുമില്ല, ഇതുപോലെ ഒന്ന് അവിടെ എല്ലാവിടെയാണ് തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വെക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വൃത്തിയാക്കുക. ഒരുപാട് ഇട്ട് ഒരതാനും പിടിക്കാനൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും അതൊക്കെയാണല്ലേ പണി. ഇതെത്ര ഒരതിയാലും പോവില്ല. പിന്നെ ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ഇനി ഇങ്ങനെ വെക്കുകയാണ്. ഇപ്പോൾ എല്ലാവിടെയും ഒരതി വെച്ചിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ആ സ്ക്രബ്ബർ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഇതുപോലെ ഒന്ന് ഒരുപാട് അമർത്തിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നിങ്ങനെ ഒരതി കൊടുത്താൽ മതി. സ്ക്രബ്ബർ ഒന്ന് വെള്ളം നനച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരതി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് അതിങ്ങനെ നീക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ എത്രത്തോളം അവിടെ ചളി ഉണ്ടായിരുന്നു എന്നുള്ളത്, പൊടിയും മെഴുക്കൊക്കെ. പിന്നെ ഇത് എണ്ണക്കുപ്പികളുടെ അടപ്പിലൊക്കെ ഇതുപോലെ നമുക്ക് ആ ഒരു മെഴുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഇതുപോലെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു മിക്സിൽ ആ കുപ്പിയുടെ അടപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബ്രഷ് വെച്ച് ഒരതിയാലും പോകും കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മെഴുക്ക് എത്രത്തോളം ഉണ്ടെന്ന്. ഇപ്പോൾ ഞാൻ ആ ജനലിൻ്റെ എല്ലാ ഭാഗവും അങ്ങനെ സ്ക്രബ്ബർ വെച്ചൊന്ന് ഒരതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പഴയ തുണി ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. വേറെ ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് ഒരുപാട് ഒരതാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട. ഇതുപോലെ ഒന്നാട് തുടച്ച് എല്ലാവിടെയും തുടച്ചെടുക്കുക. പഴയ തുണി തന്നെ എടുത്തോ കേട്ടോ, കാരണം നമുക്ക് ഈ ഒരു ആ മെഴുക്ക് മുഴുവൻ ഈ തുണിയിലേക്ക് പോരും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എല്ലാവിടെയും തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറെ നല്ലൊരു തുണിയും കൂടെ ഉപയോഗിച്ചിട്ട് ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലപോലെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇതപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലപോലെ തിളങ്ങുന്ന ടൈൽസായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ട ടൈൽസേ അല്ല ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി, പെട്ടെന്ന് കഴിയും. നമുക്ക് ഗ്യാസ് അടുപ്പിലുള്ള ഇതുപോലത്തെ മെഴുക്ക് പിടിച്ച ഓരോ സാധനങ്ങൾ അവിടെയും ഇവിടെയും പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.